സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മൈൻക്രാഫ്റ്റ് മലയാളം. അപ്പോൾ നമ്മൾ പുതിയൊരു ലെറ്റ്സ് പ്ലേ എപ്പിസോഡായിട്ട് വന്ന് ഗൈസ്, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ലാഗ്, ലാഗായിപ്പോൾ ഇവിടെ. ഓക്കെ ഇപ്പോൾ ഓക്കെ. അപ്പോൾ ഇത് എന്തിനാണ് തുടങ്ങിയപ്പോൾ തന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇട്ടപ്പോൾ ഞാൻ മറ്റേ ഹാപ്പി കാസ്റ്റൊക്കെ ഉള്ള ആ ഒരു അപ്ഡേറ്റിലാണ് ഇത് കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് ഞാൻ കളിക്കുന്ന വേർഷൻ പുതിയ അപ്ഡേറ്റാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഷൾഫർ ക്യൂബ് അങ്ങനത്തെ സാധനം ഉണ്ടല്ല, അതിൻ്റെ അപ്ഡേറ്റുള്ള ഒരു വേർഷനാണ് ഞാൻ ഇപ്പം കളിക്കുന്നത്. അത് കളിച്ചപ്പോഴത്തേക്കും എൻ്റെ ക്യാരക്ടർ മാറി. പിന്നെ ഞാൻ ഒന്നും കൂടെ സെറ്റാക്കി എടുത്തതാണ്, ക്യാരക്ടർ മാറി. പിന്നെ എൻ്റെ ബേസ് വേൾഡൊന്നും മാറിയില്ല, എൻ്റെ ക്യാരക്ടർ മാറി. പിന്നെ കുറേ അപ്ഡേറ്റ് വന്നു ഇതിൽ, കുറേ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ അതുകൊണ്ട് ഇപ്പോൾ ഫാർമസ് തുറന്നാൽ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കാണിക്കും. എന്തിനാണെന്ന് മനസ്സിലായില്ല. പിന്നെ ഞാൻ ഏകദേശം 2 ദിവസം ഇത് കളിച്ചിട്ട്, പക്ഷേ ഇപ്പോൾ ഇത് നോക്കുമ്പോൾ ഒരു ദിവസമായി ഞാൻ കളിച്ചിട്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പുതിയ അപ്ഡേറ്റ് ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ കാണിച്ചത്. എന്തായാലും ഈ ഒരു അപ്ഡേറ്റിൽ ഷൾഫർ ക്യൂബ് ഉണ്ട്, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ പറ്റിയ കൊള്ളായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ ഇതായപ്പോൾ ടോർച്ച്, ഫുഡ്, ബ്രെഡ്, കുറേ കാര്യം ഞാൻ നിങ്ങളെ കാണിക്കാൻ ചെയ്തിട്ടുണ്ട് ഓഫ് ക്യാമറയിൽ. ടോർച്ചിൻ്റെ ഇരിക്കട്ടെ. പിന്നെ ഈ ഒരു പെട്ടിക്കകത്ത് ഇനി നമ്മൾ നമുക്ക് മൈനിങ് ചെയ്യണമെങ്കിൽ എല്ലാം ഈ പെട്ടി തുറന്നാൽ മതി. നമ്മളിതാ ഫുൾ സെറ്റായിട്ടുണ്ട്. പിന്നെ അതും പോയിട്ട് എനിക്ക് 10 അയൺ ഇൻഗറ്റ് കിട്ടി. അപ്പോൾ അത് വെച്ച് ഞാനൊരു ബക്കറ്റും ഒരു പിക്കാക്സും ക്രാഫ്റ്റ് ചെയ്യാനാണ് പോണത്. എൻ്റെ കയ്യിലുള്ള വുഡ് തീർന്നിടേ. പിന്നെ ഇതാണ് ഞാൻ ഈ വേൾഡ് വന്നിട്ട് ഫസ്റ്റ് മൈൻ ചെയ്ത ബ്ലോക്ക്. ഇതൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഷുഗർ കെയിൻ ഫാം, ഇതൊക്കെ ഞാൻ കുറേ എക്സ്പാൻഡ് ചെയ്തു. പിന്നെ എൻ്റെ മറ്റേ വീറ്റ് ഫാം ഉണ്ട്, അതൊക്കെ ഞാൻ കുറേ എക്സ്പാൻഡ് ചെയ്തു. ഞാൻ റെൻഡർ ചങ്ക്സ് ഒന്ന് കുറച്ചിടട്ടെ. റെൻഡർ ചങ്ക്സ് കുറയ്ക്കണം. അല്ലെങ്കിൽ മിക്കവാറും നോർമലാണ് കിടക്കണം, ഹാർഡി കിടക്കട്ടെ. ഓക്കെ, റെൻഡർ ചങ്ക്സ് ഒന്ന് കുറയ്ക്കണം. എന്ത് വർക്കാവത്ത്? ചേഞ്ച് വേൾഡ് സെറ്റിംഗ് ആൻഡ് സ്റ്റൈൽ ടു പ്ലേ. ഇതിനകത്താണ് റെൻഡർ ചങ്ക്സ് കുറയ്ക്കുള്ളത്. ഇതിനകത്തല്ലേ? അതാണ് കിടക്കണം. ഇത് ഞാൻ കുറച്ചിടാൻ പോണു, 5 ചങ്ക്സിലിടാൻ പോണു. എത്ര ചങ്ക്സ് കുറയുന്നു അത്രത്തോളം ഇത് ലാഗ് കുറയും, കണ്ട. ഓക്കെ, ഇപ്പോൾ സീനുമില്ല, അത്യാവശ്യം സ്മൂത്തായിട്ട് തന്നെ പോകുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കണം. ഇത് ഇപ്പോൾ എനിക്ക് ഈ ഐഡിയ തോന്നിയെന്ന് വെച്ചാൽ എനിക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയേ പറ്റുള്ളൂ. കാരണം ഞാൻ ഒരു 3ാമത്തെ എപ്പിസോഡിൽ തന്നെ ഒരു അയൺ ഫാം ഉണ്ടാക്കാനുള്ള പ്ലാനുണ്ട്. എനിക്ക് മൈനിങ്ങിന് പോയിട്ട് ഇങ്ങനെ അയൺ ഒപ്പിക്കുന്നതിനെക്കാട്ടും അങ്ങനെ ഒപ്പിക്കുന്നതിനാണ് നല്ലത്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് എവിടെന്നെങ്കിലും ഒരു വില്ലേജ് കണ്ടുപിടിക്കണോ. ഫാക്സ് അവിടെ വെച്ചിട്ട് വന്നറാ പൊട്ടൻ. കുഴപ്പമില്ല, 2-3 വുഡ് മതി. 2-3 വുഡ് മതി. എൻ്റെ കുറേ ടൂൾസൊക്കെ പോയി, പിന്നെ ഒന്നും കൂടെ ഉണ്ടാക്കിയെടുത്താണ് ഞാൻ പിന്നെ അത്ര ഉണ്ടാക്കിയത്. പിന്നെ എനിക്ക് കുറച്ചാളത്തേക്ക് ഇത് വെച്ച് എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ എനിക്കിപ്പോൾ കിട്ടിയ അയൺ വെച്ച് ഒരു ബക്കറ്റും, അതിന് ബക്കറ്റ് ഉണ്ടാക്കാം നമുക്ക്. ഒരു ബക്കറ്റും, പിന്നെ എൻ്റെ ഇപ്പോൾ എത്ര മിച്ചമുണ്ട്? 7 മിച്ചമുണ്ട്. ഒരു സോഡ്, ഒരു സോഡ് വേണം. ഒറ്റ മിനിറ്റ്, ഒരു സ്റ്റിക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ സ്റ്റിക്ക് വുഡ് ഓക്ക് പ്ലാന്റ്സ് ഉണ്ടാക്കുന്നു. സ്റ്റിക്ക് ഉണ്ടാക്കണം. പിന്നെ ഇവിടെ പോയിട്ട് ഒരു അയൺ പിക്കാക്സും ഒരു സോഡും. ഞാൻ സോഡെന്ന് പറഞ്ഞുണ്ടാക്കിയത് വേറൊരു സാധനം. ഓക്കെ, ഒരു അയൺ പിക്കാക്സും ഒരു സോഡും. ഇപ്പം എൻ്റെ മിച്ചം 2 അയൺ. 2 അയണല്ലേ മിച്ചമുള്ളത്. ഓക്കെ, ഇനി ഇതോടെ വച്ചിരിക്കാം. എൻ്റെ ബക്കറ്റ് എനിക്കിപ്പം വേണം. പിന്നെ ഇതിവിടെ ഇരിക്കട്ടെ.
പിക്കാക്സ് കയ്യിരിക്കട്ടെ, ഓക്ക് പ്ലാന്റ്സും പിന്നെ ഈ വുഡ് നൈസ് എന്തിനാണെന്തോ ഉണ്ടാക്കിയത്. കുഴപ്പമില്ല, ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ എവിടെ ഞാൻ ബ്രീഡർ ഉണ്ടാക്കും. എൻ്റെ കഴിഞ്ഞ ഐലൻഡ് സർവൈവൽ സീരീസിൽ ഞാൻ ഒരു ബ്രീഡർ ഉണ്ടാക്കി. പക്ഷെ അത് ഇതേപോലത്തെ ഒരു കേവിൻ്റെ അകത്ത് പോലെ, പക്ഷേ കേവിൻ്റെ അകത്തുനിന്ന് ഓവർ വേൾഡെന്ന് വെളിയിലായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. പക്ഷെ ഞാൻ ഇപ്പോൾ തീരുമാനിക്കുന്നത് നമ്മളെ ശ്രുതി എന്നത് ഇപ്പോഴത്തെ ഒരു കേവിലെ സീരീസിൽ നമ്മൾ കണ്ട് വെച്ചാൽ മതിലിൻ്റെ അകത്തൂടെ ഉണ്ടാക്കണം. അതെനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ആ ഒരു ടൈപ്പ് ഉണ്ടാക്കാനാണ് ഞാൻ പ്ലാൻ ഇടുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു വില്ലേജാണ്. ഇവിടെ നിന്ന് ഇനി വില്ലേജ് വരെ ഞാൻ പോകണം. വില്ലേജ് കണ്ടുപിടിക്കണം. അയ്യോ, വില്ലേജ് കണ്ടുപിടിക്കണം. ഞാൻ അതിൻ്റെ കാര്യത്തിൽ ഓർത്തില്ല. അതിൻ്റെ ബേസ് അവിടെ. അപ്പം ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ എൻ്റെ മിച്ചം എത്ര അയണുണ്ടായിരുന്നു? മിച്ചം എത്ര? ഒരു ഷീൽഡും കൂടെ ഉണ്ടാക്കിക്കൊണ്ട്. ഞാൻ എന്തുണ്ടാ ഇത്രയും പൊട്ടനാ? ഒരു ഷീൽഡും കൂടെ ഉണ്ടാക്കിക്കൊണ്ട് പോവാം. ഇവിടെ ഞാൻ റൗണ്ടിനെ കണ്ട് അവൻ ഡീസ്പോൺ ആയത്. പോണേടാ, ഡേട്ടല്ല പൊട്ടേ. അപ്പം ഞാൻ ഒരു ഷീൽഡും കൂടെ ഉണ്ടാക്കിയിട്ട് എന്തിരി ഉണ്ടാക്കണം, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം. അങ്ങനെ രണ്ടാമത്തെ എപ്പിസോഡിൽ തന്നെ ഒരു ഷീൽഡ് ഉണ്ടാക്കി. ഇത് ഞാൻ വലിയ സംഭവമായിട്ട് ഞാൻ കൂട്ടണല്ല, എന്നാലേ എനിക്കൊരു അച്ചീവ്മെൻറ്റ് പൊട്ടിക്കാൻ പറ്റി. എൻ്റെ ഈ ഒരു ലെറ്റ്സ് പ്ലേ വേൾഡ് അത്യാവശ്യം നല്ലതായിട്ട് പോകണം. കുറേ ബിൽഡ് എനിക്ക് ഇതിനകത്ത് ഉണ്ടാക്കണം. ഓക്കെ, അങ്ങനെ എൻ്റെ ഇപ്പോൾ ഒരു നാലാമത്തെ നൈറ്റാണ് ആവുള്ളത്. പക്ഷേ ഈ ഗെയിമിൻ്റെ പുതിയ അപ്ഡേറ്റ് ഞാൻ എടുത്തോണ്ട് തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ നൈറ്റാണ്. ഇതെൻ്റെ നാലാമത്തെ നൈറ്റ് ആവുള്ളതായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല മകനെ. പറഞ്ഞു തീർന്നില്ല. എക്സ്ക്യൂസ് മീ. സൂര്യൻ താഴെയുള്ള മിക്കവാറും ഞാൻ നാലാമത്തെ എപ്പിസോഡ് തന്നെ എൻ്റെ ബേസിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യും. വലിയ ബേസിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു കുഞ്ഞു ബേസ്. കിടക്കേ ഇപ്പോഴാണ് പറഞ്ഞത്. ഇന്നത്തെ എപ്പിസോഡ് ഞാൻ മിക്കവാറും മൈനിങ് പോകാനുള്ള പ്ലാനായിരുന്നു ഫുള്ള്. പിന്നെ ആലോചിച്ചപ്പോൾ ഇത് ബ്രീഡർ നമുക്ക് ഉണ്ടാക്കണം. അത് വേറൊരു കേസ്. എനിക്ക് ഇനിയും വുഡിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നടാ, പൊട്ടെ. എൻ്റെ ഇപ്പോൾ ഉള്ളത് ഏകദേശം എത്ര? ഒരു 2 അയണ്. ഓക്കെ, ഇത് വെച്ചൊരു ഷീൽഡ് അങ്ങ് ക്രാഫ്റ്റ് ചെയ്തിരിക്കുക. ഓക്കെ, നമ്മളെ ഷീൽഡ് ഇവിടെ ക്രാഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി എൻ്റെ മിച്ചമുള്ള അയൺ ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങ് പാടി നടക്കാം. അതും പിന്നെ ഈ ഒരു പിക്കാക്സ് ഞാൻ ഈ അയൺ പിക്കാക്സിനകത്ത് വയ്ക്കാം. എനിക്ക് ഓൾറെഡി പിക്കാക്സ് ഉണ്ട്. ഓക്കെ, ഇനി എനിക്കൊരു ബോട്ടിൻ്റെ ആവശ്യം കൂടെ ഉണ്ടായിരുന്നല്ലേ. ബോട്ട് വേണം. എനിക്ക് ബോട്ട് വേണം. ബോട്ടില്ലാതെ ഒരു ബോട്ട്. ഭാഗ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ബോട്ട് വേണം. പിന്നെ ഞാൻ ഇവിടെ ഒരു വാട്ടറിങ് ഡ്രൈവറിനെ കൊന്നായിരുന്നു. അവൻ്റെ എനിക്ക് റോപ്പും കിട്ടിയില്ല. അവൻ്റെ മറ്റേ ലാമകളൊന്നും ഇല്ലായിരുന്നു. ഇനി പോണ വഴിക്ക് എന്തായാലും അവ സ്പോണാവാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് ഞാൻ അവനെ കൊന്ന് ഒരു റോപ്പങ്ങ് ഒപ്പിച്ചിട്ട് ഞാൻ ഇത് വില്ലേജിലോട്ട് കണ്ടുപിടിക്കാൻ പോവാം. ഒരു കാര്യം ചെയ്യാം, ഏത് ഡയറക്ഷൻ വെച്ച് പോവാം? കറക്റ്റ് കേട്ടാ. ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്. സൂര്യനെ നോക്കിയിരിക്കണം. ഇത് വെസ്റ്റ്. നമുക്ക് നോർത്തിലോട്ട് പോവാം. നോർത്ത് ഉണ്ടല്ലോ. ഓക്കെ, ഇനി അവിടം വരെ പോകണം. ഇനി കുറേ ദൂരം നടക്കണമെന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ ഈ സ്ഥലം ഒന്ന് മറക്കാതിരിക്കാനും ഞാൻ ശ്രമിക്കണം. സ്ഥലം മറന്നാൽ പണി പാളും. ഇത് ഏകദേശം നേരെ പോകേണ്ടി വരൂടെ. ഇങ്ങനെ കാണിച്ചുകൊണ്ട് പോയാൽ കുറേ നേരം എടുക്കും. ഞാൻ പകുതി വെച്ച് ഞാൻ ഒരു വില്ലേജ് കണ്ടുപിടിക്കണവരെ നിങ്ങളെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ നേരെ പോയിട്ട് ഇങ്ങനെയല്ലേ പോവുള്ളേ. ഇവിടെയാണെന്ന് തോന്നുന്നു. എവിടെയെങ്കിലും കാണും. ഇതിൻ്റെ മണ്ടേ കാണാം. ചിലപ്പോൾ ഇതിൻ്റെ മണ്ടയിലൊക്കെ ഈ വില്ലേജ് സ്പോണോ. വില്ലേജർമാരെ കാര്യമായിട്ട് പറയാൻ പറ്റൂല. അവന്മാർ എവിടെയെങ്കിലും കൊണ്ട് വീട് വെച്ചിരിക്കും. അവന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട്. അവന്മാരെ കുറ്റം പണ്ട് കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുവന്നു. ഇവിടെ ഇതെന്താ ഗുണാക്കിയവാ.
അപ്പം വീട് ചത്തേനെ. അവിടെ മോളെ ഒരു ചെറിയ ബ്ലോസം പയ്യൻ കിടക്കണം കേട്ടാ. അത് കണ്ടിട്ട് എനിക്ക് വലുതാണെന്ന് തോന്നണില്ല. പെട്ടെന്ന് അതിൻ്റെ ഹങ്കർ ഇത് കുറയാനാണ് എനിക്ക് പറ്റാത്തത്. എവിടെ ചെറിയ ബ്ലോസം പയ്യൻ? മിക്കവാറും ഇതിൻ്റെ വുഡ് എനിക്ക് നല്ല ആവശ്യം വരും. ബൈ ദ ബൈ ഇത് ചെറുതാണ് കേട്ടോ, വലുതല്ല. അല്ല, ഈ കയറി വന്നേക്കൊക്കെ ഞാൻ ഇങ്ങനെ താഴോട്ട് പോവും? നമ്മൾ ഡേട്ട് പൊട്ടിച്ച് പോവും. പിന്നെ അല്ല, ഡേട്ട് പൊട്ടിക്കുമെന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരി. ഇവിടെ തന്നെ കാണാൻ ചാൻസ് ഉണ്ട്. ആര് പറഞ്ഞു കാണൂലെന്ന്? ഞാൻ പറയും കാണുമെന്ന്. ഇതൊക്കെ അടിപൊളി കേവ്. ഇവിടെ നമുക്ക് ഇതുവരെ ഒരു ചെറിയ കേവ് കണ്ടുപിടിക്കാം, പക്ഷെ എല്ലാം നല്ല വലുതും വെച്ചാൽ നമ്മളെ ബെഡ്റൂക്ക് വരെ പോകണുണ്ട് സംഭവം. ഇങ്ങനത്തെ വലിയ കേവൊക്കെ ബെഡ്റൂക്ക് വരെ പോകും. ഓക്കെ, ഇനി ഇങ്ങനെ നടന്ന് പോയി ആ വില്ലേജ് എത്തണ വരെ ഞാൻ നിങ്ങളെ ഒരു കാര്യം ചെയ്യാം. ഞാൻ ആ വില്ലേജ് എത്തിയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. കിട്ടിയടാ, വില്ലേജ് കിട്ടി. നമുക്കത് ആ വില്ലേജ് കിട്ടിയിട്ടുണ്ടേ. ഇത് കണ്ടിട്ട് എനിക്ക് ചെറിയ വില്ലേജ് ആയിട്ടാണ് തോന്നുന്നത്. ഇന്നത്തെ ലെറ്റ്സ് പ്ലേ സീരീസ് തന്നെ നമ്മളെ പുതിയ വില്ലേജും കണ്ടുപിടിച്ച്. ഇവിടെ തന്നെ എല്ലാം ഉണ്ട്. ഈ മണ്ടന്മാരും ഉണ്ട്. ഇവപ്പം ജോലി എടുത്തതേ ഉള്ളൂ. നല്ല കുട്ടി. ഇതിനകത്ത് എന്തിനുണ്ട്? എമറാൾഡ്, ബുക്ക്, ടോർച്ച്, ആപ്പിള്. കൈ കിട്ടുന്ന എല്ലാം വെറുതെ കളയില്ല. ഇതൊക്കെ നമുക്ക് പ്രകൃതിയായിട്ട് തരുന്ന സാധനം. എനിക്ക് ബെഡ് ആവശ്യമുണ്ടോ? ബെഡ് ആവശ്യമുണ്ടോ? ഉമ്മാരുടെ ബെഡും ഞാൻ പൊട്ടിച്ചെടുക്കും. ഉമ്മാർക്ക് വേറെ ഒരു വീടും ഇല്ലല്ലേ വെക്കാൻ. ഏകദേശം എനിക്ക് 4 ബെഡ് വേണം. ഇവിടെ എത്ര വില്ലേജ് ഉണ്ടോ അവരെല്ലാം ബെഡ് ഞാൻ പൊട്ടിച്ചോണ്ട് പോകും. അളിയ നോക്കടാ, ശുൻ്റെ അളിയ. അയൺ ഗോളം ഇവിടെ ഉണ്ടായിരുന്നു. എടാ, എനിക്കിത് ആവശ്യമുണ്ടോ? സോറി ബ്രോ, എനിക്ക് നിങ്ങളെ തന്നെ പുതിയത് ഉണ്ടാക്കാൻ വേണ്ടി ഇത് ആവശ്യമുണ്ട്. എടാ നീ എടുക്കാ, എനിക്കിതാടാ. പോടാ. എടാ എനിക്കിതാടാ ഗൈസ്, എനിക്ക് തരണല്ലോ അവൻ. ഞാൻ പറഞ്ഞില്ലേ വാട്ടറിംഗ് ഡ്രൈവർ എവിടെയെങ്കിലും സ്പോണാവുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ. ആ സ്പോണായ സ്ഥലം നോക്കടാ. അവന് ഇത്ര മനസാക്ഷിയുള്ളവനാണോ? താഴോട്ട് വീണ് കിടക്കണത്. എൻ്റെ ആൾക്കാരെ കൊണ്ട് പറയില്ല, മനസാക്ഷിയുള്ളവന്മാർ മാത്രമേ ഉള്ളൂ. ഹലോ അയങ്കോളം. എടാ ഇവിടെ ലൈബ്രറിമാരുണ്ട്. അപ്പോൾ എനിക്കൊരു 5-6ാമത്തെ എപ്പിസോഡ് തന്നെ ഞാനൊരു ട്രേഡിംഗ് ഹാൾ സെറ്റ് ചെയ്യും. ഇവിടെ ബ്രൂയിങ് സ്റ്റാൻഡ്, പിന്നെ അല്ല നമ്മൾ ലോട്ടറി ജാക്ക്പോട്ട്. പിന്നെ ഇവിടെ നടക്കുമ്പോൾ ഇച്ചിരി സൂക്ഷിച്ച് നടക്കണം. ഇവിടെ ഫുൾ അതിൻ്റെ റിവീനി കൊണ്ടുപോകാൻ വീട് വെച്ചിരിക്കുന്നു പന്നി. നിനക്കുള്ള ഞാൻ തരാടാ. സോ ഗൈസ്, അപ്പോൾ ഇവിടെ നിന്ന് ഒരു ബെഡ് എടുത്ത് 2 വില്ലേജറിനെ അങ്ങോട്ട് ആക്കിയിട്ട് തന്നെ ഞാൻ വീട്ടിൽ അപ്ഡേറ്റ് ചെയ്യാമേ ഗൈസ്. അങ്ങനെ കുറേ നേരത്തെ പണിക്ക് ശേഷം ഈ രണ്ട് വണ്ടന്മാരെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇവന്മാരെ ബ്രീഡ് ആയിട്ടാണ് അടുത്ത എപ്പിസോഡിൽ ഞാൻ ഒരു അയൺ ഫാം ഉണ്ടാക്കിയത്. വർക്കായി എന്ന് പറയാനേ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ബ്രീഡർ ഉണ്ടാക്കാൻ പോകുന്നു. എപ്പിസോഡ് 2 തന്നെ ബ്രീഡറൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചാൽ അതൊരു വലിയ കാര്യമാണ് ഗൈസ്. എൻ്റെ റോപ്പ് ഇവിടെ, എൻ്റെ റോപ്പ് ഈ ഒരു എപ്പിസോഡിൽ എനിക്ക്, ഈ ഒരു സീരീസിൽ എനിക്ക് മുന്നേറണം. ട്രേഡ് അല്ലടാ, ലീഷ്. എനിക്ക് ആ ഹാപ്പി കാസിനെയും പെട്ടെന്ന് കൊണ്ടുവരണം. അവനെ കൊണ്ടുവന്നാലും എനിക്കിത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ബൈ ദ ബൈ എനിക്ക് ബ്ലോക്കും വേണം. ബ്ലോക്കില്ല. 1 മിനിറ്റ് കൈ. എനിക്ക് കുറച്ച് ബ്ലോക്കിൻ്റെ ആവശ്യമുണ്ടായി. നീട്ടി വലിച്ച് ഉമ്മാർ ചിലപ്പം വരും. വരും. എൻ്റെ ഹൈ IQ ചില സമയത്ത് വരാതിരിക്കാനും ചാൻസ് ഉണ്ട്. ലീശ് പൊട്ടിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് ലീശയാണോടാ? ലീശ് നിങ്ങളെ പോലത്തെ ഒരു മണ്ടന്മാരെ എൻ്റെ ജന്മത്തിൽ ഞാൻ കണ്ടിട്ടില്ല, സത്യം പറയാം.
നിങ്ങൾ എനിക്ക് ഉണ്ടായ ഒരു മണ്ടത്തരമാണ്. വാ 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 കേറ്. എടാ എടാ മണ്ടന്മാര്, എടാ കേറാ. എൻ്റെ വില്ലേജർമാർ മാത്രം എന്താ ഇങ്ങനെ? വാ 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 കേറ് 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 കേറ്. ആ നീങ്ങിട്ട് കേറ് കേറ് കേ. ആ അത്രേ ഉള്ളൂ. ഞാൻ എങ്ങോട്ടാണ് കൊണ്ടുപോണേ? എടാ ഇവന്മാര് സേഫി ആണല്ലോ പറയാൻ പോലെ. ആ വലിച്ച് വലിച്ച് ഇവന്മാർ ഫസ്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ബ്ലോക്ക് മൈനിങ്ങിന് പോകണം. ഒരു കാര്യം ചെയ്ത് അൺലീസ് ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് പോയി ബ്ലോക്ക് ഒന്ന് മൈൻ ചെയ്തിട്ട് കുറേ ബ്ലോക്ക് വേണം. എന്ത് ഇവന്മാരെന്നാലും സേഫ് ചെയ്യാൻ പറ്റും, സോംബീസ് ഒന്നും വരാതെ. ഞാൻ പ്രത്യേകിച്ച് ഹാർഡിൽ ഇട്ടിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഇവന്മാരും കൂടെ വന്ന സോംബീസും കൂടെ വന്നാൽ തേയായി. അപ്പോൾ പൊട്ട ശവരെടുത്ത് കോരടാ, ഇപ്പോൾ ഉള്ളത് വെച്ച് കോരാ. ഈ ഏരിയയൊക്കെ ഒന്ന് ഫ്ലാറ്റാക്കി എടുക്കണം. ഓ ശവലില്ല നടക്കൂല ഒരു രക്ഷയില്ല. അത് സോംബീസ് വരാത്ത രീതിയിലാക്കിയാൽ മതി. പിക്കാക്സിൻ്റെ ഇരിക്കട്ടെ, ഒരു ശവൽ അങ്ങോട്ടല്ല ഇങ്ങോട്ട് 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 ഇങ്ങോട്ട്. ഓക്കെ, എൻ്റെ ടൂൾ പെട്ടി എന്തായാലും എടുത്ത് നന്നായി. ശവലുള്ളതുകൊണ്ട് മാത്രം എന്താ ഇങ്ങനെ പെട്ടെന്നെല്ലാം കാര്യം നടക്കും. എനിക്ക് 2 ബ്ലോക്ക് ആയില്ലേ ഇവന്മാരെ ഒന്ന് അറ്റാക്ക് ചെയ്യാത്ത രീതിയിലൊന്ന് വെക്കണം. എന്നാലേ ഇവന്മാരൊന്ന് ഒതുക്കി വയ്ക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞാൻ പോകേണ്ടി വരും. ഇവന്മാരെ കാര്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇവന്മാർ ഇങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആൾക്കാരാണ്. ഇവന്മാരിങ്ങനെയാണ്. അത് ഇനി എത്ര പറഞ്ഞ കാര്യമില്ല. വില്ലേജർമാരെ ഞാൻ എന്നോട്ട് കണ്ട അന്ന് ഇവന്മാർ മണ്ടന്മാരാണ്. സത്യമാണ് പറയണം. വില്ലേജർമാരെ ഞാൻ എന്ന് കണ്ടോ അന്ന് തൊട്ട് ഇവന്മാരൊരു മണ്ടന്മാരെന്ന് ഞാൻ അന്നേ തെളിയിച്ചത്. കാരണം ഇവന്മാരെ കൊണ്ട് ഒരു രക്ഷയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു മോവാണ് വില്ലേജർ. അതിനിടയിൽ കൂടി ഇവന്മാരെ കുരുത്തക്കേട് കാണുമ്പോൾ ഉണ്ടല്ലേ. ഓക്കെ, ആഹാ കറക്റ്റ്. ഇതെൻ്റെ ഈസ്റ്റ്. ഇത് ഞാൻ തൊടൂല. ഈ ഒരു ഇതുണ്ട്, ഇതാണ് നമ്മളെ കോമ്പസ് പോലത്തെ സംഭവം. ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത്. ഓക്കെ, ഇനി ഇതിങ്ങനെ വച്ചിട്ട് ഇതിൻ്റെ പുറത്ത് ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ പുറത്തൊന്ന് ചാടിക്ക്. ഇതിങ്ങനെ വെച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി ചാടിക്ക്. പിന്നെ ഇവന്മാരി ബൈ ദ ബൈ സോംബീസിന് ഇതിനകത്ത് കയറാൻ പറ്റൂടാ. ഓ സോംബീസിന് കയറാൻ പറ്റി. ഈ വുഡ് എന്നത്തോളം ഉള്ളു. വുഡ് ഉണ്ടെങ്കിൽ സോംബീസിന് കയറാം. പറ്റും. ഒരു കാര്യം ചെയ്യും, വുഡ് ഇവിടെ നിന്ന് മാറ്റണം. പിന്നെ ടോർച്ച് എടുക്കണമല്ലേ, അകത്തൊന്ന് ലൈറ്റ് ചെയ്ത് വയ്ക്കാൻ. ഇനി അവിടെ സോംബീസ് പോകാനായിട്ട് ഇവന്മാരെ കൊല്ലണ്ട. ഫസ്റ്റ് എൻ്റെ ഈ വുഡൊന്ന് മൈൻ ചെയ്തിട്ട് ഫസ്റ്റ് മൈൻ ചെയ്ത ബ്ലോക്ക് ആയതുകൊണ്ട് ഇതിൻ്റെ നടുക്ക് തന്നെ ഇരിക്കട്ടെ. ഈസ്റ്റിൻ്റെ നടുക്ക് തന്നെ ഇരിക്കട്ടെ. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്തൊരു ടോർച്ച് 2 ഇരിക്കട്ടെ, ആവശ്യം പറ്റും. ഇവന്മാരെ കാര്യമുണ്ട് പിന്നെയും പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ആ ബ്രീഡർ ഉണ്ടാക്കുന്ന സ്ഥലത്തുള്ള മൈനിങ് ഏരിയ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വേണം. അപ്പോൾ എനിക്ക് അതിനകത്ത് ആവശ്യം കുറേ ഡെർട്ട് വേണം. അപ്പോൾ അത് ഞാൻ കളക്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഇതിനകത്ത് മൈൻ ചെയ്ത് എടുത്തോട്ടെ. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയാണ് ഞാൻ ഈ ഒരു ബ്രീഡർ ഉണ്ടാക്കാൻ പ്ലാൻ ഇട്ടത്. എടാ എൻ്റെ സൗണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കൊന്നും അറിയാൻ പറ്റില്ലടാ. ഓക്കെ, ഏകദേശം ഈ ഒരു ഭാഗം കൊള്ളാം. അപ്പോൾ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് ഒരു മുറി ഉണ്ടാക്കിയെടുക്കണം. കുറച്ചാളത്തേക്ക് ഈ സ്റ്റോൺ പിക്കേഴ്സ് വെച്ച് ഞാൻ ഇങ്ങനെ ചെയ്യും. പിന്നെ ട്രേഡിംഗ് ഹാളൊക്കെ ഉണ്ടാക്കിയ ഫുൾ ഡയമണ്ട് ആർമർ നമ്മൾ സീനാവും. പ്രത്യേകിച്ച് എനിക്ക് അൺബ്രേക്കിംഗ് 3 എഫിഷ്യൻസി 5 ഉള്ള മറ്റേ ബുക്കുണ്ടല്ലോ എൻജൈനഡ്, അതാണ് എനിക്ക് മെയിനായിട്ട് വേണ്ടത്. ഇതിനൊന്ന് മിനിക്ക് എടുക്കണം, നമുക്കതൊക്കെ ചെയ്യാം. ഇത് അതേ രീതിയിലുള്ളൊരു കേവാണ്. ഞാൻ കുറച്ച് ടോർച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് സ്പോണായി നിൽക്കണ്ട. എൻ്റെ കാര്യമുണ്ട് പിന്നെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഈ മണ്ടന്മാരുടെ കാര്യം എടാ സോംബീസിന് പിന്നെയും കയറാൻ പറ്റും. ഞാൻ പറഞ്ഞുതരാം, സോംബീസിന് ഇതോ വന്നാൽ ഇങ്ങനെ കയറാം. അയ്യോ, പിന്നെയും കോബിൾ സ്റ്റോൺ ഇങ്ങനെ വച്ച് ഇവന്മാരൊന്നും കൂടെ സേഫാക്കാം. ഈ വില്ലേജർമാരെ കാര്യം
ഒരു കാശിന് കൊള്ളൂല, എന്നാൽ മറ്റേ കാശിന് ഒട്ടും കൊള്ളൂല. ഒരു കാശിന് കൊള്ളാത്ത ഒരേ ഒരു സാധനമാണ് ഈ വില്ലേജർ. കൊള്ള ഇവന്മാരെ കൊണ്ട് 6 നിറക്കം വാങ്ങിക്കാൻ വേണ്ടി. അല്ല നിന്നെ കൊണ്ട് അത് എന്ത് ഗുണമുണ്ടാ വൃത്തിയേട്ടവന്മാര്. പറഞ്ഞില്ലേ രാത്രിയാവാറായി. ഇവിടെ ഒന്ന് പൊക്കി വെച്ചിരിക്കാം, കാരണം എനിക്ക് തോന്നി ഈ വുഡി കയറി സോംബീസൊക്കെ ഇതിന് ചാടിയാല. ഓക്കെ, ഇനി ഒന്ന് ആശ്വാസമായിട്ടൊന്ന് കിടക്കാം. സോംബീസ് ഒന്ന് ഇറങ്ങി ഒന്ന് എന്നെ തല്ലിക്കൊന്ന അവൻ പെണ്ണ്. ഓക്കെ, ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ടോർച്ച് എടുത്തില്ല, പിന്നെയും മണ്ടത്തരാം. ഇപ്പോൾ ഒരു മണ്ടത്തരമില്ല. ഓക്കെ, ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ബക്കറ്റ് ഒരു വാട്ടർ ബക്കറ്റ് എടുത്താലോ, ഇത് വേണമല്ലോ പറയുമ്പോൾ. ഓക്കെ, ഇനി നമുക്ക് പോയി ആ കേവിനകത്ത് പോവാം. എനിക്കത് എങ്ങനെ ഉണ്ടാക്കണ രീതി എനിക്ക് നേരെ അറിഞ്ഞൂടെ ഇപ്പോഴും, സത്യം പറഞ്ഞാൽ. ഞാൻ ഇവിടെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടോ, അത് പോയാ ഞാൻ വെച്ച് പോയെന്ന്. ഇത് ഇവിടെ ഒരു ടോർച്ച് ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇതിൻ്റെ ഒരു നടുക്കൊരു ഭാഗം കണ്ടുപിടിച്ചിട്ട് ഇവിടെയാണ് നടുക്ക് ഭാഗം, ഇവിടെയാണ് നമ്മളെ വില്ലേജർ വന്ന് നിൽക്കാൻ പോണേ. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളെ വില്ലേജർ വന്നിരിക്കുക, ഏകദേശം ഈ ഒരു ഭാഗം. അയ്യോ, ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഇങ്ങനെ പിന്നെ മണ്ടത്തരങ്ങൾ മാത്രം. ഓക്കെ, ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിന് മണ്ടേ കയറണം. ബാക്കി മണ്ടയിലാണ് പരിപാടി. പിന്നെ മണ്ടയിലോട്ടൊന്ന് കയറണം. ഒരു കാര്യം ചെയ്യാം, ഇവിടെ സ്റ്റെയർ കേസ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുക. എന്തിന് വെറുതെ ചുമ്മാ. മണ്ടയിലാണ് നമ്മളെ മെയിൻ പരിപാടിയുള്ളത്. മണ്ടയിലായിട്ട് തന്നെ ഒരു കാര്യം ചെയ്യും, ഇവിടെ നമുക്ക് ഈ ബ്ലോക്ക് വയ്ക്കണം. ഇവിടെ ഇനി വേറൊരു സംഭവം ഒന്നും വരാതിരിക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് തന്നെ ഈ ബ്ലോക്ക് ഒന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട്, അല്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റില്ലടാ. ഓക്കെ, ഇനി ഇവിടെ നിന്ന് തന്നെ നമ്മൾ കുറച്ച് നേരെ കുഴിച്ച് പോകണം. ഫസ്റ്റ് ഈ ഒരു ബ്ലോക്ക് ഇവിടെ മാർക്ക് ചെയ്തിട്ട് അതിന് ഇതിനെ ഒന്ന് പൊട്ടിച്ച് കളയാം. അല്ല, ഫസ്റ്റ് ഇതിനെ 7 ബ്ലോക്ക് ഉണ്ടാകുന്ന നോക്കട്ടെ. ഇനി അഥവാ ഞാൻ ഇവിടെ പോകണില്ലെങ്കിൽ ഇവിടെ എവിടെ ഇതാണ് നമ്മളെ ബ്ലോക്ക്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഞാൻ ഇത് മൂടണം. എന്നിട്ട് ഇവിടെ ഒരു ടോർച്ച് വയ്ക്കണം, അല്ലെങ്കിൽ സോംബീസ് എല്ലാം സ്പോൺ ആവും. ഓക്കെ, ഇനി എനിക്ക് ഇവിടെ നിന്ന് 8 ബ്ലോക്ക് ആയില്ല, ഇങ്ങനെ കുഴിച്ചോണ്ടേ ഇരിക്കണം. 1 2 3 അല്ലേ, 3 ആയില്ലേ, 2 3 4 5 6 7 8 ഇത് കറക്റ്റായെന്നാണ് തോന്നുന്നത്. 1 2 3 4 5 6 7 8. ഓക്കെ, ഇനി ഇവിടെ നിന്നാണ് നമ്മൾ വെള്ളം ഒഴിക്കാനുള്ളത്. ഈ വെള്ളം ഒഴിക്കണതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇവിടെ ഒരു സ്പേസ് ഇങ്ങനെ ഉണ്ടാക്കണം. ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കുറച്ചും കൂടെ മുകളിലോട്ടൊന്ന് കുഴിച്ചിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ്, ഈ ഒരു ഭാഗത്തല്ലേ കറക്റ്റ് വരെ ഉള്ളത്. അത് ഇനിയും മുകളിലോട്ട് പോകണു. ഇനിയൊന്ന് മുകളിലോട്ട് ഒരു ബ്ലോക്കും കൂടെ ഒന്ന് കുഴിച്ച് നോക്കാം. എന്നാലും എനിക്ക് തോന്നുന്നത് കറക്റ്റ് ആവുള്ളൂ. ഇപ്പോഴാണ് ഇതൊന്ന് കറക്റ്റായി വന്നത്. ഇപ്പം തന്നെ. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ബ്ലോക്ക് ഒന്ന് പൊട്ടിച്ച് മാറ്റണം. അത് പൊട്ടിച്ച് മാറ്റി ഇനി കയറാൻ പറ്റില്ല, കുഴപ്പമില്ല. അതിങ്ങനെ വെച്ചിട്ട് ഓക്കെ, ഇനി ചെയ്യാനുള്ള ഈ ബ്ലോക്ക് ഒന്ന് ഇവിടെ വച്ചിട്ട് ഇവിടെ എനിക്കൊരു വലിയൊരു സ്പേസ് ഇവിടെ ഉണ്ടാക്കണം. പിക്കാക്സ് തികയിലൂടാ. എത്ര ബ്ലോക്ക് ഹൈറ്റ് വയ്ക്കാം? ഇവിടെ എന്തായാലും കൂട്ടില്ല. 1 2 3 4 5 ബ്ലോക്ക്. ഈ 5 ബ്ലോക്ക് തന്നെ ഇവിടെ നിന്ന് ഏകദേശം ഒരു 1 2 3 4 5 അല്ല എങ്ങനെയല്ല, 1 2 ഇത് 3 ഇത് 4 ഇത് 5. ഇവിടെ നിന്ന് ഇനി 1
2 3 4 അല്ലേ കറക്റ്റായില്ലേ? ശേ 1 2 ഇവിടം വരെ. ഇനി 1 2 3 4 5 വലിച്ച് ഇവിടെ കേവടാ. ഏത് മിക്കവാറും എനിക്ക് പണിയാവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നിന്ന് 1 2 3 4 കറക്റ്റ് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് കറക്റ്റ് അല്ലടാ, ഇത് കറക്റ്റ് അല്ല. അയ്യോ പിന്നെയും പണി വാളി. ഇവിടെ ഈ ഗോൾഡ് വെച്ചോ. ഓക്കെ എടാ, ഇത് ഇപ്പം ഞാൻ ഇങ്ങോട്ട് മൈൻ ചെയ്ത് പോയാൽ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ആ കേവ് കാണാൻ പറ്റൂടാ. ഒന്നെങ്കിൽ ഈ സാധനം ഞാൻ ഇവിടെ വെച്ച് അങ്ങ് അടയ്ക്കണം. ഇവിടെ വെച്ച് ഇങ്ങനെ അടച്ചു വയ്ക്കണം ഈ കേവ്, എന്നാലേ ഇതൊരു വൃത്തിക്ക് ഇരിക്കുള്ളൂ. ഓക്കെ, എൻ്റെ ഇതിനുള്ള ബാക്കി കോബിൾ സ്റ്റോൺ എടുത്ത് ഇവിടെ ഇത് നല്ല അടിപൊളി കേവൊക്കെ തന്നെ. പക്ഷേ എനിക്ക് ഈ വില്ലേജർമാർ ഇവിടെ ഉള്ളതുകൊണ്ട് ഇത് ചെറിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കുഴപ്പമില്ലായിരിക്കും. ഇനി അഥവാ വില്ലേജർമാർക്ക് എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് ഈ ഒരു സ്ഥലം ഒന്ന് മാറ്റണം. പുതിയൊരു വില്ലേജർ ബ്രീഡർ ഞാൻ ഉണ്ടാക്കും. ഓക്കെ, ഇനി ഇവിടെ ഒരു ടോർച്ച് വെച്ചിട്ട് ഇത് ഫുള്ളൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. ഇതേപോലെ തന്നെ അടുത്ത സൈഡും പിന്നെ മുകളിലോട്ട് ഒരു ബ്ലോക്കും കൂടെ ഞാൻ മാറ്റണം. അപ്പോൾ ഇതൊന്ന് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യണമായിരിക്കും നല്ലത്. അപ്പോൾ ഇതൊന്ന് ഞാൻ ഫുള്ള് പൊട്ടിച്ചിട്ടേ, ഇത് ഫുള്ള് പൊട്ടിച്ച് അപ്പുറത്തെ സൈഡ് ഇതേപോലെ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇവന്മാരെ കയറ്റണ എനിക്ക് പ്രാന്തടിക്കണ ഇവന്മാരെ കയറ്റണ കാര്യം. ബൈ ദ ബൈ എൻ്റെ ബ്രീഡറിൻ്റെ അകം ഫുള്ള് ഞാൻ സെറ്റാക്കി ഡേർട്ടെല്ലാം വെച്ച് വെള്ളമെല്ലാം വെച്ചിട്ടുണ്ട്. ഇവന്മാർ പക്ഷെ പോണില്ല. പോ ഇവന്മാരെ കൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് നിവർത്തികടേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇവന്മാരെ എനിക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? ഇവന്മാരെ കൊണ്ട് ഒരു ഗുണമില്ല. ഗുണമില്ലാത്തവന്മാരെന്ന് പറയാൻ വേണ്ടി ജനിച്ചവന്മാരാണ് ഇവന്മാർ. ഗുണമില്ല എന്ന് പറയാൻ വേണ്ടി ജനിച്ചവർ മാത്രമായി വരും. ഓക്കെ, ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് തന്നെ ബൈ ദ ബൈ എൻ്റെ പിക്കാക്സ് കുറേ പൊട്ടി. പക്ഷേ അതിൻ്റെ സിമെട്രിക്ക് വേണ്ടി മാത്രം ഞാൻ പിന്നെയും കുറേ പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോറി ബ്രോ. നല്ല കുട്ടികൾ. അങ്ങോട്ടല്ല അങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാടാ മണ്ടന്മാരെ. എടാ ഇങ്ങോട്ട് വാടാ. ഇത് വെച്ചെടുത്ത് നിങ്ങൾ വരുമോ? വാ ഇങ്ങോട്ട് വാ. നടുക്കത്തെ ബ്ലോക്ക് പൊട്ടിക്കണോ? നിനക്കൊക്കെ എന്തൊരു സഹായം വേണം ഞാൻ ചെയ്തു തരാം. എടാ നീ കിടന്ന് കറങ്ങാനല്ലാതെ നിന്നെ കൊണ്ട് എന്ത് ബെഡ് വെച്ചുകൊടുത്ത് ഇവന്മാർ സെറ്റാവോ എന്തോ. എന്നാലും എനിക്ക് ഇവന്മാരൊന്ന് ട്രാപ്പ് ചെയ്ത് വയ്ക്കാൻ പറ്റുള്ളൂ. വാ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ ബെഡ്. വാ എടാ വാടാ മണ്ടന്മാരെ. ഒരാൾ വന്നിട്ടുണ്ട്. അതേപോലെ കയറി പോയിട്ടുണ്ട്. ഞാൻ ഓരോ സമയത്ത് ഓരോ ഏരിയ ചെറുതാക്കി എടാ എന്നെ അടുത്ത് ഇങ്ങനെ ഒട്ടിയിരിക്കാതെ. ഞാൻ ആരടാ? എടാ സോമ്പിയുടെ ശബ്ദം ഞാൻ കേൾക്കണുണ്ട്. മാറ്. ഇനി അങ്ങോട്ട് പോകാൻ പറ്റൂല. അടച്ചെന്ന്. ഇനി നിനക്കൊക്കെ പോകണമെങ്കിൽ ഒരേ വഴിയോളം ഇവിടെ അങ്ങ് പോകണം. എന്നാൽ എൻ്റെ ജോലി എന്തിനാണ് വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? അത് നിനക്കൊക്കെ ഒന്ന് പോയി തന്നാൽ പോരൂ. സിമ്പിൾ പണിയെന്ന് വെച്ചാൽ വെറും നല്ല കുട്ടികൾ. എടാ മണ്ടന്മാരെ ഇവന്മാരെ ലോക മണ്ടന്മാരാണ് ഇവന്മാർ. സത്യം പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് എനിക്ക് 5 പൈസയിൽ ഉപകാരമില്ല. എടാ പോടാ മണ്ടന്മാരെ പോടാ. നിന്നെക്കൊണ്ട് ഒരു ഉപകാരം ഇല്ലടാ. ലാസ്റ്റ് അടിയാണ് ഞാൻ അടിക്കണത്. എനിക്കിനി അടിക്കാൻ വയ്യ. എന്നെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റൂലേ.
എടാ സോംബിയുടെ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ ഇതിങ്ങനെ വച്ചിരിക്കണത്. ഇനി എനിക്ക് അങ്ങോട്ട് പോയി ബെഡും വയ്ക്കണേ ഉമ്മാരെ കൊണ്ട്. എടാ ട്രാപ്പ് ഡോർ എടുത്തില്ലടാ പൊട്ടാ വലിച്ച്. സത്യം പറഞ്ഞ എനിക്ക് മണ്ടത്തരം അല്ലാതെ ഈ ലോകത്ത് ഒന്നും സംഭവിക്കില്ല. സത്യം പറയാം. റെസ്റ്റേഷൻ എടുക്കുന്നുണ്ട്, ട്രാപ്പ് ഡോർ എടുക്കുന്നുണ്ട്. പക്ഷെ നിന്നെ പോലത്തെ മണ്ടന്മാരെ കൊണ്ട് എടാ ഞാൻ രണ്ടെണ്ണം ഇല്ലെന്ന്. കയറ് രണ്ടന്മാർ ഇത് കയറ്. അതിനകത്ത് കയറിയാലും എനിക്ക് നിങ്ങളെ ലോക്ക് ചെയ്തൊന്ന് വെക്കാൻ പറ്റുള്ളൂ. വാ കയറ്. ആകെ ഒരു ബോട്ടും ഉണ്ട്, ഞാനും ഉണ്ട്. എനിക്ക് നിന്നെ ഇനി അടിക്കാൻ ഭയങ്കര പേടിയാവും നിന്നെ അടിക്കാൻ. കയറാ വേണ്ട ഇതിനകത്ത്. നീ ഇനി എങ്ങോട്ട് പോയിട്ടും കാര്യമില്ലടാ, നീ ഇതിനകത്ത് എന്നെ പെടും എന്നൊരു വാക്ക് എനിക്ക്. നല്ല കുട്ടികൾ. ഇവിടെ ഒരു ടോർച്ച് സേഫ്റ്റിക്കൊന്ന് വച്ചിരിക്കുക. ഉമ്മാരായണ്ട് പറയാനും പറ്റൂല. കുറച്ച് ടോർച്ച് സേഫ്റ്റിക്ക് വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഈ പൊട്ടിച്ചളഞ്ഞ് ഈ ഒരു ഭാഗത്തൂടെ എൻ്റെ വീട്ടിലോട്ട് പോയി കുറച്ച് മരം ഒന്ന് വെട്ടി കൊത്തി കൊണ്ടുവന്നിട്ട് റെസ്റ്റേഷൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇതൊന്ന് ഫാം ലാൻഡ് ആകാൻ വേണ്ടി ഈ ഹോം കൂടെ ഒന്ന് ചെയ്തിട്ട് പോവാം. ഈ മണ്ടന്മാർ ഒരു നിവർത്തിയില്ല. യുവന്മാരെ കൊണ്ട് ഒരു സത്യം പറഞ്ഞ ഒരു നിവർത്തിയില്ല. ഓക്കെ, എൻ്റെ ഈ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ബ്രീഡർ ഉണ്ടാക്കണം. കുറേ ഒരു 8 ട്രാപ്പ് ഡോറെങ്കിലും എനിക്ക് വേണ്ടി വരും മിക്കവാറും. ഈ മോളും വയ്ക്കാനും താഴെയും കൂടെ വയ്ക്കാനും. ഓക്കെ, ഇതെനിക്ക് വേണമെങ്കിൽ ഓഫ് ക്യാമറ ചെയ്യാമായിരുന്നു. പിന്നെ കുറേ പ്രോജക്റ്റ് ഇല്ല. എടാ എനിക്ക് കുട്ടി സോംബിയുടെ സൗണ്ട് എനിക്ക് കേട്ടോണ്ടിരിക്കണം. എവിടെ നിന്നാണെന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് ഈ സോംബീസിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത വേറൊരു സാധനമാണ് കുട്ടി സോംബി. അതാ ഇവിടെ വന്നിരിക്കുന്നത്. ബോട്ട് പൊട്ടിക്കല്ല. എനിക്കതൊന്ന് പൊട്ടിക്കാൻ പറ്റുമോ? അയ്യോ പൊട്ടിക്കലേ. ഒരു ക്ലിക്ക് കൊടുത്താൽ അത് പൊട്ടും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം നടക്കാൻ. ഒരെണ്ണം കൂടെ മതി. സമാധാനം. ഇനി ഒന്ന് വെളിയിലോട്ട് പോവാം. ഇതൊന്ന് അടച്ചു വെച്ചിരിക്കുക. എനിക്ക് പേടിയാവണം. ഇവന്മാര് ചില സമയത്ത് ഇവന്മാർ ഇങ്ങനെയാണ്ടേ. ഒരു കാര്യം കൂടെ ചെയ്യും. 3 ബെഡും കൂടെ ഒന്ന് ഇവിടെ പ്ലേസ് ചെയ്യാം. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ബെഡ് വേണം, അതിൻ്റെ അറ്റത്തൊരു ബെഡ് വേണം. ഇതൊന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് ബാക്കിലോട്ട് പോയിട്ട് ഈ ബെഡ് വയ്ക്കാം. എന്ത് ബെഡ്? ഓ ടോർച്ച് ഇരിക്കണുണ്ടോ? അയ്യോ, ഇത് വേണമല്ലോ. ഇവിടെ വന്നാലേ ഇത് എനിക്ക് ബെഡ് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഒറ്റ മിനിറ്റ്. ഓ ഇത് മിക്കവാറും എനിക്ക് പൊളിച്ചളയാൻ ഒന്നും കൂടെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഒന്നിവിടെ. അടുത്ത പ്രശ്നം ഇവിടെ മോബ് സ്പോണാവൂടാ. ടോർച്ച് ഫാം ചെയ്യണേ. മോബ് സ്പോണാവും. ഓക്കെ, ഇനി ഈ ബെഡ് ഇവിടെ വയ്ക്കാം. എന്നിട്ട് ഈ ബ്ലോക്ക് വെച്ച് തന്നെ അടച്ചു വയ്ക്കാം. അടുത്ത ബെഡ് ഇവിടെ വയ്ക്കാം. പിന്നെ അടുത്ത ബെഡ് ഓക്കെ എൻ്റെ ഉണ്ട് ഭാഗ്യം, ഞാൻ വെച്ചില്ലെന്ന്. അടുത്ത ബെഡ് ഇവിടെ ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, ഇനി ഒന്ന് വെളിയിലോട്ട് സമാധാനമായിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ഈ ടോർച്ച് ഒന്ന് പൊളിച്ചിട്ട് അത് അവിടെ ഒന്ന് വയ്ക്കാം. അവിടെ എന്താ മുകളിലൊരു ബ്ലോക്ക് പൊളിഞ്ഞ് കിടക്കണേ? നോവേ. ഇനി ഒന്ന് വെളിയിലോട്ട് ഇറങ്ങിയാൽ തന്നെ നാശങ്ങളെ കൊണ്ടൊരു നിവർത്തി. അപ്പോൾ ഞാൻ ഈ സീരീസ് കണ്ട എൻ്റെ ആദ്യത്തെ സോംബി കുട്ടന്മാര്. എടാ നിന്നെയൊക്കെ കൊണ്ടൊരു നിവർത്തിയില്ലെന്ന് എനിക്ക് നേരത്തെ അറിയാം. പക്ഷെ നിന്നെ കൊണ്ട് ഒരു ഉപയോഗം ഇല്ലെന്ന് എനിക്കിപ്പോഴാണ് അറിയാന്നുള്ളത്. ഒറ്റ മിനിറ്റ്. വാളെടുത്തോട്ട്. ഓ അടിച്ചു വൃത്തിയാട്ടോ. വന്നി
എടാ നിന്നെയൊക്കെ കുറേ കണ്ടിട്ടുണ്ട് ഞാൻ. എന്തിനാണ് ഇനി കുറേ സോംബീസ് ഉണ്ട്. പെട്ടെന്ന് കിടക്കാം. ഞാനായിട്ടുള്ള ഒരു സീനുമില്ല, ആരും പേടിക്കണ്ട, ഒരു സീനുമില്ല. ഞാൻ ഇവിടെ ഒരു സാധനം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നമുക്ക് പോയി ഒരു സിമിട്രിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ടൂൾസ് ഒന്നുകൂടെ ഉണ്ടാക്കിയത്, വേറെ ഒന്നിനുമല്ല. ഒരേ ഒരു സിമിട്രിക്ക് വേണ്ടി മാത്രം. ഓക്കെ, എൻ്റെ ഷുഗർ കേൻ വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഫാം ആക്കണം കുറേ നാൾ കഴിഞ്ഞിട്ട്. പക്ഷേ എടാ നിനക്കൊക്കെ വല്ലാത്ത കഴപ്പ് തന്നെ. എവിടെയെങ്കിലും ഡ്രൗൺ ആവൂടെ? പക്ഷെ അമ്പൊന്നും വിടാനുള്ള കേട്ടോ ഇവന്മാര്. പുതിയ അപ്ഡേറ്റിന് എന്തോ കുഴപ്പമൊക്കെ പറ്റി കേട്ടോ. ഞാൻ വിചാരിക്കണമല്ല, പുതിയ അപ്ഡേറ്റിന് എന്തൊക്കെ കുഴപ്പമുണ്ട്. നീ ഒരു കുറച്ച് വിട്ടു, കുറച്ച് വിട്ടു. നമുക്ക് 2 ഇതിന് പറയാൻ ഫ്രസ്ട്രേഷനും കമ്പോസ്റ്റർ അത് തന്നെ. കമ്പോസ്റ്ററും അതും വയ്ക്കണം. നമുക്ക് എത്ര വിട്ടുണ്ട്? 12 മതിയായിരിക്കും. ഒരു സേഫ്റ്റിക്ക് കുറച്ചും കൂടെ ഉണ്ടാക്കിക്കൊണ്ട് പോവാം, എടുത്തുകൊണ്ട് പോവാം. പുതിയ അച്ചീവ്മെൻറ്റും കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അച്ചീവ്മെൻ്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, എൻ്റെ ബേസിന് എവിടെ ആ ക്രീപ്പറെല്ലാം പൊളിച്ച് കളഞ്ഞു. ഞാൻ അവിടെ നേരത്തെ ഒരു ക്രീപ്പറിനെ കണ്ട് ഡിസ്പോണായി. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ബാക്കിൽ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് അത് വന്ന് പൊട്ടും. ആയിരിക്കും ഇപ്പം നടക്കാൻ പോണത്. 8 ഇതും ഉണ്ടാക്കണം, കുറച്ച് സ്ലാബും ഉണ്ടാക്കണം. ഇത്രയും തന്നെ, ഇനി വേറൊന്നുമില്ല. റെസ്റ്റേഷൻ ഉണ്ടാക്കണം, അതും കൂടെ ഉണ്ടാക്കിയിട്ട് തന്നെ പോവാം. റെസ്റ്റേഷനാണ് മെയിനായിട്ട് വേണ്ടത്. റെസ്റ്റേഷൻ എവിടെ പോയി ഉണ്ടാകും? ഇവിടെ റെസ്റ്റേഷൻ കാണിക്കില്ല. 1 2 ദാറ്റ്സ് ആൾ. സ്ലാബിൻ്റെ ഇപ്പോൾ എത്രയുണ്ട്? മിച്ചം 16 ഉണ്ട്, മതി. ഫൈനലി ബ്രീഡർ ഉണ്ടാക്കാൻ ഒരു സെറ്റപ്പും കൂടെ ഉണ്ടല്ലോ. ക്യാരറ്റും കൂടെ കൊണ്ടുപോകണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ ക്യാരറ്റും കൂടി ഓഫ് ക്യാമറയിലേ ഒന്ന് സെറ്റാക്കി എടുക്കുക. എനിക്ക് ഏകദേശം ഒരു 3 സ്റ്റാക്ക് വേണ്ടി വരും. ക്യാരറ്റ് മാത്രം എനിക്ക് ഒരു 3 സ്റ്റാക്ക് ക്യാരറ്റ് വേണ്ടി വരും. അത് ഒപ്പിക്കാൻ എനിക്ക് എന്തായാലും എൻ്റെ ബോൺ മീലില്ല. അതുകൊണ്ട് അത് വില്ലേജർമാർ നോക്കും. എൻ്റെ ഇപ്പോൾ ബോൺ മീലുണ്ടെന്ന് തോന്നുന്നു, കുറച്ച് ബോൺ മീൽ. ഒരു 8 ബോൺ മീലുണ്ട്. 8 കൂടുതലുണ്ട്. 8 കൂടുതൽ ബോൺ മീലുണ്ട്. എനിക്ക് 2 സ്റ്റാക്ക് ബോൺ മീൽ ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് എനിക്ക് നേരത്തെ കണ്ട വില്ലേജിൽ നിന്ന് പോയി ഒരു 3 സ്റ്റാക്ക് ക്യാരറ്റും കൂടെ ഒപ്പിക്കണം, എന്നാലേ എനിക്ക് ശരിയാവുള്ളൂ. ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്യാം, ഇനി എൻ്റെ ബാക്കി പരിപാടിയിലോട്ട് കിടക്കാം. ഈ ഒരു വഴി ഫസ്റ്റ് ഞാൻ പോയിട്ട് മൂടാം. നമുക്കിതൊന്ന് ഓപ്പണായി കൊടുക്കണം. പിന്നെ ഈ ഒരു വെള്ളത്തിലുള്ള ഈ ഒരു ഭാഗം ഇതല്ലേടാ ഓപ്പണായി കൊടുക്കാനുള്ള? അത് ഇതാണെന്ന് തോന്നുന്നു. ഇത് തന്നെ. ഓക്കെ, ഇത് ഓക്കെ, അത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അതാ നമ്മൾ സ്ലാബ് എടുക്കണം. എന്നിട്ട് ഈ ഒരു ട്രാപ്പ് ഡോർ എടുക്കണം. സ്ലാബ് പിന്നെയും വലിച്ച് ഈ ബെഡ് ഒരു ബ്ലോക്ക് ഹൈറ്റും കൂടെ വെക്കണം. ബാക്കിലോട്ട് ഒരു ബ്ലോക്ക് ഹൈറ്റിലും കൂടെ വെക്കണം. അതിൻ്റെ കാര്യത്തിൽ ഞാൻ ഓർത്തില്ല. ശേ, കുഴപ്പമില്ല. എന്നാലും നമുക്ക് അവിടെ ഒരു സ്ലാബും കൂടെ വെക്കാൻ പറ്റുള്ളൂ. കുഴപ്പമില്ല, ആ സീനില്ല. ഒരു ബ്ലോക്ക് എടുക്കുക, പൊട്ടിക്കുക, പിന്നെയും പൊട്ടിക്കുക. ഈ സംഭവം എടുക്കുക. ഇതെടുത്തിട്ട് 3 ബെഡ് ഇവിടെ ഒന്ന്
ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്യണം, പോകണം. പിന്നെ നമ്മൾ സ്ലാബ് ഇനി എടുക്കണം. ഇനി നമ്മൾ സ്ലാബ് എടുത്ത് ഒന്ന് ഇവിടെയും ഇവിടെയല്ല, അത് പൊളിച്ചളയാൻ അരമണിക്കൂർ എടുക്കും. ഒരു സ്ലാബ് ഇവിടെയും ഇവിടെയും ഒന്ന് ഇവിടെയും. നമ്മളെ കുട്ടി വില്ലേജർ കാർട്ടേനകത്ത് വീഴാനാണ് ഞാൻ അങ്ങനെ വെക്കണം. ഒരു ട്രാപ്പ് ഡോറിയും അല്ല, ഇവിടെ വേണ്ട, ഇവിടെ സ്ലാബ് വേണ്ട. ഇത് പൊട്ടിച്ച് മാറ്റിയിട്ട് അപ്പോൾ ഇവിടെ ചാടാൻ നോക്കുമ്പോൾ കുട്ടി വില്ലേജർ പോകാനുള്ളതാണ്. പോവാതെ വേറെ എവിടെ പോവല്ലേ? വില്ലേജർമാർക്ക് ഇനി എന്തായാലും അങ്ങോട്ട് പോകാൻ പറ്റില്ല. ആ കുട്ടി വില്ലേജറിന് പോയിരുന്നാൽ കൊള്ളായിരുന്നു. അത് സ്ലാബ് അല്ലേടേ, അത് ഞാൻ എന്തിനാ അവിടെ വെച്ചത്? ഓക്കെ, ഇനി ഒരു കമ്പോസ്റ്റർ ഇതിൻ്റെ മണ്ടയിൽ. അവിടെ ഇല്ലടാ പൊട്ടാ. ഇവിടെ അല്ല, എൻ്റെ മണ്ടയിൽ. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഇവിടെ ഒരു ബ്ലോക്ക് ഇങ്ങനെ വെക്കണോടെ. എന്നിട്ട് ഇവിടെ ഒരു കമ്പോസ്റ്റർ വയ്ക്കണം. ഇതിൻ്റെ പുറത്ത് അവന്മാർ കയറാതിരിക്കേ ഒരു സ്ലാബ് ഇങ്ങനെ വെക്കണം. അപ്പോഴത്തേക്ക് ഒരു ഫാർമർ ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ബ്ലോക്കെല്ലാം പൊട്ടിച്ച് കളഞ്ഞ് എന്തായാലും എനിക്കിനി ക്യാരറ്റ് ഒപ്പിക്കേണ്ടി വരും. അപ്പോൾ അതും കൂടെ ഞാൻ ഒപ്പിച്ചിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. 1 മണിക്കൂർ എന്തായാലും എടുക്കേണ്ടി വരും അതിന് വേണ്ടി മാത്രം. 1 മണിക്കൂർ എനിക്ക് എൻ്റെ കാര്യമായിട്ട് പറയാൻ പറ്റില്ലേ. ഓക്കെ, അവനും ഫാർമർ ആയിട്ടുണ്ട്. ഇനി ചെയ്യുള്ളതെന്ന് വെച്ചാൽ ഇനി ഇച്ചിരി പാടാണ്. ഇവന്മാരെ ബോട്ടിൽ നിന്ന് അയക്കണം. ഇവരെ ബോട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു വിടണാണ് പാടായി. ഇവന്മാർ ചില സമയത്ത് ഇവന്മാർ കറക്റ്റായിട്ട് വർക്കാവില്ല. അതുകൊണ്ട് ഇവന്മാരൊന്ന് ബോട്ടിൽ നയിക്കാൻ വേണ്ടി മാത്രം ഇവിടെ ഒരു ട്രാപ്പ് ഡോർ ഇങ്ങനെ ഒരെണ്ണം വയ്ക്കാം. എന്നിട്ട് ഇവന്മാരെ ബോട്ടിൽ നയിച്ചു വിടാം. നല്ല കുട്ടികൾ. ഇനി പോയി ഫാർമർ ആവണം. നിങ്ങൾക്ക് എന്തായാലും ഇങ്ങോട്ട് പോകാനുള്ള വഴിയില്ല, പേടിക്കണ്ട, അത് ഞാൻ പൊടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇങ്ങോട്ടൊന്ന് അടച്ച് വെക്കണം. ഓക്കെ, ഇനി ഇവിടെ എനിക്ക് ഏകദേശം ഒരു 3 സ്റ്റേക്ക് ക്യാരറ്റ് ഉമ്മാർക്കൊന്ന് എറിഞ്ഞു കൊടുക്കാനും ബാക്കി 3 ക്യാരറ്റ് തന്നെ വേണമെന്നില്ല, ബ്രെഡായാലും മതി. എന്നിട്ട് 3 സ്റ്റേക്ക് ക്യാരറ്റ് ഏകദേശം ഞാൻ വില്ലേജിൽ നിന്ന് എനിക്ക് പകുതി കിട്ടും. അപ്പം അതും എടുത്തോണ്ട് പോയി അതൊക്കെ എടുത്തോണ്ട് പോയിട്ടേ പുതിയൊരു വില്ലേജർ ബ്രീഡർ ഞാൻ ഇവിടെ സെറ്റാക്കും. ഇനി ചെയ്യുള്ളതെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ഇനി ഈ ഒരു ബ്ലോക്ക് വെക്കണം. ഈ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ഈ സാധനം പൊട്ടിച്ചോളാം. വേറെ ഒന്നും ഇല്ലെന്ന് തോന്നണം അവിടെ. നമ്മൾ വേറെ എല്ലാം ചെയ്തിട്ടുണ്ട്. ആ ക്യാരറ്റൊക്കെ അറിയണമെങ്കിൽ ഞാൻ പിന്നെ ചെയ്തോളാം. ഓക്കെ, ഇനി ചെയ്യുള്ളൊന്നുമില്ല. എൻ്റെ ഈ സ്ലാബ് ഒന്ന് എടുക്കണമല്ലോ, അത് ഡീസ്പോണായി പോകും. അത് ഡീസ്പോണായി വെക്കോളും. ഒന്നുമില്ല, ഇനിയൊന്നുമില്ല. ഇനി ഇതൊന്ന് അടച്ചു കൂട്ടണം, അത്രേ ഉള്ളൂ. വേറെ സീനൊന്നുമില്ല. ഇതും കൂടെ ഒന്ന് അടച്ചു കൂട്ടിയാൽ നമ്മുടെ വില്ലേജർ ബിൽഡറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഒരു നിമിഷത്തേക്ക് ഞാൻ മരിച്ചു പോയില്ല. എനിക്ക് തോന്നിയതാണോ ഡൗട്ടോടാ. ഞാൻ ഇത്രയായിട്ട് ഫുഡ് കഴിച്ചില്ല. എല്ല് മുറിയെ പണി ചെയ്താൽ പല്ല് മുറിയെ തിന്നാൻ കിട്ടും. ഓക്കെ, ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ബ്ലോക്ക് ഉണ്ട് ഇവിടെ, ഇങ്ങനെ ഈ ഒരു ബ്ലോക്ക് ഇതൊന്ന് ഇവിടെ അടച്ചു പൂട്ടി വയ്ക്കാം, ആരും കാണണ്ട. ഓക്കെ, ഇത് എന്നിട്ട് ഈ ഒരു ബ്ലോക്ക് അങ്ങ് പൊട്ടിച്ചോളാം. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ വില്ലേജർമാർ ഇതിനകത്ത് വരും. എന്നമ്പോ ഒന്നുതാ ഇവിടെ കുറേ ഇവന്മാരെ കൊണ്ട് മാത്രമാണ് ഈ കുറേ ഉപകാരം ഇല്ലാതെ പോയിട്ടുണ്ട് ഗൈസ്. ഇവന്മാർ ഒറ്റൊരുത്തം കാരണം. ഓക്കെ, എനിക്കിനി ഇങ്ങോട്ട് നേരെ വരാൻ പറ്റുമെന്ന് തോന്നുക, അത് വേറൊരു പ്രശ്നം. പറ്റും പക്ഷേ എനിക്ക് ഇവന്മാർ ഈ സ്വഭാവം കണ്ടിട്ട് എനിക്ക് പിടിക്കണം. ഇവന്മാരല്ലേ എൻ്റെ സ്വഭാവം കണ്ട എനിക്ക് തന്നെ പിടിക്കണം. ഓക്കെ, ഇനി ഇവിടെ ബ്ലോക്ക് വയ്ക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അവന്മാരെ പോവില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പോവില്ല. ഓക്കെ, നമ്മളെ ബ്രീഡർ സെറ്റായിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, ഇനി എന്നൊന്ന് മിനിക്കെടുക്കണം. ഓക്കെ, ഞാൻ പിന്നെ ഓഫ് ക്യാമറ ചെയ്തോളാം. ഇനി ഞാൻ പോയി അവന്മാരൊന്ന് സെറ്റാക്കിയിട്ട്
കുട്ടികളെല്ലാം വരുന്നുണ്ടോയെന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ഇനി ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ അവന്മാർക്ക് ഒരു ക്യാരറ്റ് കയറി കൊടുക്കണം. അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് തന്നെ നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. വിജയം നമ്മൾ വിജയിച്ചു ഗൈസ്. കാരണം ഒരൊറ്റ മണിക്കൂർ വലിയൊരു കുറേ നേരം എടുത്ത്. പക്ഷേ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് മിനിക്ക് എടുത്തിട്ടുണ്ട്. ഒരൊറ്റ മണിക്കൂറൊന്ന് വെയിറ്റ് ചെയ്തേ ഉള്ളൂ. ഞാൻ എൻ്റെ ബ്രീഡർ ഫുൾ കംപ്ലീറ്റ് ആക്കി. ഒരൊറ്റ മണിക്കൂർ വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്കതാ ഇത്രയും കുറേ ഉണ്ണിമാരെ കിട്ടി. ഇനി നിന്നെയൊക്കെ വെച്ചിട്ടാണ് എൻ്റെ ട്രേഡിങ് ഹാള്, അയൺ ഫാം, നിന്നെയൊക്കെ വെച്ചിട്ടാണ് എൻ്റെ എല്ലാം പരിപാടി. സോ നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ എപ്പിസോഡ്, നമ്മളെ ലെറ്റ്സ് പ്ലേ രണ്ടാമത്തെ എപ്പിസോഡിൽ തന്നെ നമ്മളൊരു വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് അങ്ങനെ പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ പറ്റണമല്ല, എന്നാലും നമ്മളൊരു ബ്രീഡർ അങ്ങ് ഉണ്ടാക്കി. സോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ ആയിട്ടാണ് രണ്ടാമത്തെ എപ്പിസോഡ് തന്നെ ബ്രീഡറൊക്കെ ഉണ്ടാക്കണം. എനിക്ക് ആവശ്യമുണ്ട്. എന്നിട്ട് ഞാൻ കുറേ എപ്പിസോഡ് കഴിയുമ്പോൾ ഒരു ട്രേഡിംഗ് ഹാളൊക്കെ ഉണ്ടാക്കും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ എല്ലാവർക്കും ബൈ.